നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട് വലിയ പ്രകൃതി ദുരന്തത്തിലൂടെയും മഹാമാരിയിലൂടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങൾ നമുക്കുണ്ടായി. നമുക്കറിയാം, ഈ ഇപ്പോൾ കോവിഡ് പോലുള്ള വലിയ മഹാമാരിയുടെ സമയത്ത്, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് നമുക്കാർക്കും പുറത്തിറങ്ങാൻ സാധിച്ചില്ല. നമ്മളെല്ലാം വീട്ടിൽ തന്നെ. ഈ വീട്ടിലിരുന്ന ജനങ്ങളെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്തും നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരവസരത്തിൽ, ആർക്കും ജോലിക്ക് പോകാനോ വരുമാനമോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ജനങ്ങൾക്കുള്ള ഭക്ഷ്യ വിഭവങ്ങളൊക്കെ കിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സർക്കാർ തന്നു. നമുക്ക് സൗജന്യമായി ലഭിക്കേണ്ട ആനുകൂല്യത്തെ ആരൊക്കെയോ ഇടനില നിന്നിട്ട് അതിന് പൈസ ഈടാക്കുകയാണെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട നീതി, പാപപരിഹാരം, ദൈവത്തിൽ നിന്നുള്ള നീതീകരണം, ഇതൊക്കെ സൗജന്യമായിട്ട് ലഭിക്കേണ്ടതായിരിക്കെ ഇതിനൊക്കെ ഇടനിലക്കാർ അവിടെ നിന്നിട്ട് ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയെപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2021 കാലഘട്ടത്തിലും നല്ല അഭ്യസ്ത വിദ്യരായ വ്യക്തികൾ പോലും ഈ ചൂഷണത്തിന് വിധേയപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ എറണാകുളത്ത് വളരെ പ്രസിദ്ധമായ ഒരു ഷ്രൈൻ ഉണ്ട്. അവിടെ ടൗണിൻ്റെ അകത്ത് തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും അവിടെ വലിയ ക്യൂ ആണ്. കാര്യം സാധിക്കാൻ അവിടെ പൈസയ്ക്ക് മാല വാങ്ങി അവിടെയുള്ള രൂപത്തിൻ്റെ മുകളിൽ ഇട്ടാൽ മാത്രമേ ദൈവം അവിടെ വിടുവിക്കൂ. ഒരു പ്രാർത്ഥന, അവരുടെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ പൈസ കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് അവിടെ വാങ്ങേണ്ട ഒരവസ്ഥയാണ്. അതായത് കൃപയും ദാനങ്ങളും ദൈവത്തിൽ നിന്നുള്ള നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. ഈ വിദ്യാസമ്പന്നരായ വ്യക്തികളുടെയൊക്കെ വിദ്യാഭ്യാസങ്ങളും അറിവും യുക്തിയൊക്കെ എവിടെ പോയി? വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, കൃപകൾ അല്ലെങ്കിൽ അവിടുത്തെ പാവപരിഹാരങ്ങളെല്ലാം ദാനമായിട്ട്, സൗജന്യമായിട്ട് ലഭിക്കേണ്ടതായിരിക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് ചുറ്റിനും ഉള്ളത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമുക്ക് നോക്കാം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ദൈവനീതി, അപ്പോൾ നേരത്തെ പറഞ്ഞു പ്രവാചകന്മാരിലൂടെ, നിയമത്തിലൂടെയും നമുക്ക് ആദ്യകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള ദൈവനീതി ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ് ആ കാൽവരിയുടെ യോഗ്യതയാൽ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന ഏവനും ആരെന്ന വ്യത്യാസമില്ലാതെ, എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കും. തുടർന്ന് വായിക്കുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അതായത് എല്ലാവരും പാപത്തിൽപ്പെട്ട് അശുദ്ധരായി, എന്നാൽ അവിടുത്തെ കൃപയാൽ യേശുവിലുള്ള വിശ്വാസം വഴി യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടും. യേശുക്രിസ്തുവിൽ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ എൻ്റെ പാവപരിഹാരത്തിന് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യണ്ട. എൻ്റെ പാവപരിഹാരത്തിന് ഈ വിശുദ്ധ ആഴ്ചയിൽ വലിയ കുരിശും ചുമന്നുകൊണ്ട് മല കയറണ്ട. എൻ്റെ പാവപരിഹാരത്തിന് മുട്ടിന്മേൽ എഴഞ്ഞ് ശയനപ്രദക്ഷിണം ചെയ്യണ്ട, മുട്ടിന്മേൽ എഴയേണ്ട, തുലാഭാരം ചെയ്യണ്ട. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചൂഷണങ്ങളാണ്. യേശുക്രിസ്തു പറയാണ്, എൻ്റെ പാപപരിഹാരം ഇത് സൗജന്യമായിട്ട്, അവനിലുള്ള വിശ്വാസം വഴി അത് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് വചനം പറയുമ്പോൾ ഇതിനൊക്കെ ആരാണ് കൈക്കൂലി വെച്ചത്? അതായത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്
ഇതാ ജനങ്ങൾ, അറിവില്ലാത്ത, ദൈവവചനം അറിയാത്ത സാധാ ജനങ്ങൾ ഇവിടെ വലിയ ചൂഷണത്തിന് ഇരയാകുകയാണ്. നമ്മുടെ പോക്കറ്റിലെ പണം ഒരുവന് വരാൻ വേണ്ടി സൗജന്യമായൊരു കൃപയ്ക്ക് വിലയിടുന്ന ചില വ്യക്തികൾ ഇതിൻ്റെ ഇടനില നിൽക്കുന്നുണ്ട്. അവരെ സൂക്ഷിക്കണം. ഈ അന്യായമായ ഈ വ്യവസ്ഥക്കെതിരെ വർഷങ്ങൾക്ക് മുൻപ് ശബ്ദമുയർത്തിയ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മാർട്ടിൻ ലൂതർ. 1483 ജർമ്മനിയിലെ ഐസൽബർഗ് എന്ന സ്ഥലത്ത് ജനിച്ച ഒരു പാവം ഖനിത്തൊഴിലാളിയുടെ മകനായ മാർട്ടിൻ ലൂതർ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും അദ്ദേഹം വളരെ ശക്തിയോടെ മുന്നോട്ട് പോയി. അദ്ദേഹം ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് കത്തോലിക്ക സഭയുടെ പുരോഹിതനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. കവിയും വാഗ്മിയും ചിന്തകനും തത്വശാസ്ത്രജ്ഞനും വേദശാസ്ത്ര പണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ അദ്ദേഹം ഇറ്റലിയിലെ സാന്താസ് ക്ലാര എന്നൊരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശുവിനെ പിലാത്തോസ് ന്യായവിസ്താരം ചെയ്ത ആ കൽത്തളത്തിലെ ആ ഫ്ലോർ അങ്ങനെ തന്നെ ഇളക്കിയെടുത്ത് അവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ഇറ്റലിയുടെ സ്ഥലത്ത്. ഈ കൽത്തളത്തിലൂടെ മുട്ടിലെഴുകയും ഒക്കെ നടക്കുകയും ചെയ്യുന്നവർക്ക് വലിയ പാപപരിഹാരമൊക്കെ ലഭിക്കുമെന്ന് അന്ന കാലത്ത് അത് വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ ഇദ്ദേഹം ഇറ്റലിയിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ മുട്ടിലെഴുകയൊക്കെ ചെയ്തു പാപപരിഹാരം കിട്ടിയാലോ, വിടുതൽ ലഭിച്ചാലോ എന്ന ചിന്തയിലാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ചിന്തയുണ്ടായി, ഇങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോഴാണോ യേശു വിടുതൽ ലഭിക്കുന്നത്, അതോ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന ചിന്തയിലേക്ക് വന്നപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുന്ന നീതിമാൻ്റെ മേൽ സൗജന്യമായിട്ടല്ലേ രക്ഷ വരേണ്ടതെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ആ ഒരു ആശയം ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതായത് യേശുവിൽ നിന്നുള്ള പാപപരിഹാരം സൗജന്യമായിരിക്കെ അതിന് വിലയിടുന്ന ചില രീതികൾ, ഒരു ഇടനിലക്കാരുടെ ചൂഷണങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ആദിമ ക്രിസ്ത്യാനി സമൂഹത്തിലും അത് ഉണ്ടായി. AD 319 കോൺസ്റ്റൈൻ ചക്രവർത്തി പണിത ഒരു ദേവാലയം ജൂലിയസ് രണ്ടാമൻ എന്ന മാർപ്പാപ്പ അത് പുതുക്കി പണിയാൻ ശ്രമിച്ചു. ജീർണാവസ്ഥയിൽ കിടന്ന ആ ഒരു ദേവാലയം. എന്നാൽ അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന ലിയോ 10 എന്ന മാർപ്പാപ്പയാണ് പിന്നീട് ആ ദേവാലയം പുതുക്കി പണിത്. ഈ ദേവാലയം പുതുക്കി പണിതിനായിട്ട് വലിയ ചെലവ് വേണ്ടി വന്നു. ഇതിനായിട്ട് പല മാർഗങ്ങൾ സഭയായിട്ട് ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തൊരു മാർഗമായിരുന്നു പാപപരിഹാര ചീട്ട്, അല്ലെങ്കിൽ ദണ്ഡവിമോചന ചീട്ട്, ഇൻഡൽജൻസ് എന്നൊക്കെ പറയും. എന്താണത്? അതായത് ഒരുവൻ പാപപരിഹാരത്തിനായിട്ടുള്ള തുക അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം മോചിപ്പിക്കപ്പെടും. അതായത് ഞാനൊരു പാപം ചെയ്തു, ഞാൻ ഒരുവനെ തല്ലി, അതൊരു പാപമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തി പാപമായതുകൊണ്ട് അതിന് തതുല്യമായ അവർ നിശ്ചയിക്കുന്ന തുക ഞാൻ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ശുദ്ധീകരണ സ്ഥലമില്ല, എൻ്റെ ശിക്ഷ ഇളച്ചു കിട്ടി, സഭ അത് എനിക്ക് വേണ്ടി അത് ഇളച്ചു തന്നു, എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഇതായിരുന്നു പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ പാപങ്ങൾക്കും ഓരോരോ ലിസ്റ്റാണ്. 15-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ തുക വെച്ച് വലിയ തുകയാണ്. അതായത് കൈക്കൂലി വാങ്ങുവാണെങ്കിൽ ഒരു 7 രൂപ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റേറ്റിൽ അന്നത്തെ കാലത്തെ ഒരു റേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഒരു ഉദ്ദേശം 7 രൂപയായിരുന്നു. കള്ളം പറയുകയാണെങ്കിൽ 7 രൂപ, അനിൻ്റെ വസ്തുവിന് തീ വെക്കുകയാണെങ്കിൽ അത് 10.5 രൂപ, അമ്മയെ അടിച്ചാൽ 8.5 രൂപ, വിലക്കപ്പെട്ട ദിവസങ്ങളിൽ വിവാഹം കഴിച്ചാൽ 35 രൂപ. ഇങ്ങനെ ഈ പണം തുക അടയ്ക്കുകയാണെങ്കിൽ ധനികർക്ക് ഇത് വലിയ എളുപ്പമായി. കാരണം ധനികരുടെ കയ്യിൽ അവൻ്റെ എല്ലാ തിന്മകൾക്കും പാപപരിഹാര ചീട്ട് അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം മോചിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് വലിയ ആനുകൂല്യവും ആയി. ഇത് പൈസ അടച്ചു കഴിഞ്ഞാൽ പാപം തീർന്നുവല്ലോ. ചെയ്ത പാപങ്ങൾക്കും ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്കും ഈ ദണ്ഡവിമോചന ചീട്ടിലൂടെ പണം അടച്ചു കഴിഞ്ഞാൽ അതോടെല്ലാം പാപം സ്വർഗത്തിൽ മോചിപ്പിക്കപ്പെടും. ഈ ദണ്ഡവിമോചന ചീട്ടിലൂടെ പാപപരിഹാരം എന്ന ആശയം യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു. ആ ആശയം ജർമ്മനിയിലും എത്തിയപ്പോൾ അവിടെ വിറ്റൻബർഗ് എന്ന സ്ഥലത്തെ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ ഇതിനെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹം പറഞ്ഞു, പാപപരിഹാര ചീട്ടിലൂടെ അല്ല, പണം കൊടുത്തല്ല പാപം മോചിപ്പിക്കുന്നത്, രക്ഷ സൗജന്യമാണ്. കർത്താവിൽ പ്രിയരൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലും ഇതേ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൊച്ചു കേരളത്തിലുള്ള അനേകം സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം ഇപ്പോഴും പൈസ വെച്ച് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം
പച്ച മെഴുകുതിരി, ചുവന്ന മെഴുകുതിരി, അവിടെ ചെന്ന് ഉടമ്പടി ചെയ്ത് പൈസ കൊടുത്ത് ഇത് അടച്ചു കഴിഞ്ഞാൽ പാപമോചനം, ചില സ്ഥലത്ത് മുട്ടിന്മേൽ എഴഞ്ഞാൽ, ചില സ്ഥലത്ത് ശയനപ്രദക്ഷിണം, നേർച്ച കാഴ്ചകൾ, തുലാഭാരം, വിടുതൽ ലഭിക്കാൻ, ഉദിഷ്ടകാര്യത്തിനൊക്കെ ആൾക്കാർ ചെയ്യുന്ന ആരെന്നുള്ള വ്യത്യാസം കൂടെ, അതായത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം, ഏത് മതസ്ഥനും ഏവനും യേശുവിൽ വിശ്വസിച്ചാൽ ദൈവനീതി അവനിലേക്ക് ഇറങ്ങി വരും. പാവപരിഹാരങ്ങൾ, വിടുതൽ, പ്രാർത്ഥനകൾ, അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി, ഇതെല്ലാം ദൈവനീതിയുടെ ഭാഗമാണ്. ദൈവം തൻ്റെ മക്കളെ നീതിപൂർവം ആണ് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇസ്രായേലിൽ നടത്തിയ പോലെ ആര് വിശ്വസിക്കുന്നോ, ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ അവനിലേക്ക് സൗജന്യമായിട്ട് ഇറങ്ങി വരുന്ന ഈ കൃപയാണ് ഈ ജനസമൂഹം ഇവിടെ ചൂഷണം ചെയ്തത്. ഇന്നും ചൂഷണത്തിൻ്റെ തോത് വളരെ വലുതാണ്. 1500 കാലഘട്ടങ്ങളിൽ മാർട്ടിൻ ലൂതർ എന്ന വ്യക്തി എന്തിന് എതിരെയാണോ ശബ്ദമുയർത്തിയത്, അതായത് സൗജന്യമായ യേശുവിൻ്റെ രക്ഷയെ പണം കൊടുത്ത് പിരിക്കുന്നതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയെങ്കിൽ ഇന്ന് ഈ 2021 ഈ നൂറ്റാണ്ടിൽ പോലും ഇതേ ചൂഷണം ഇന്നും ആവർത്തിക്കുമ്പോൾ നമ്മളിലേക്കാണ് തിരിയുന്നത്. യേശുവിൻ്റെ രക്ഷ സൗജന്യമായിരിക്കെ എന്തിനും ചൂഷണത്തിന് വിധേയനാകുന്നു. ഇപ്രകാരം പറയാറുണ്ട്, മലയാളിയെ പറ്റിക്കാനാവില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗജന്യമായ കൃപയെ, സൗജന്യമായ രക്ഷയെ നീ പണം കൊടുക്കാൻ ആരാണ് നിന്നെ ചൂഷണം ചെയ്യുന്നത്? ആരാണ് പ്രേരിപ്പിക്കുന്നത്? വിശ്വാസ സമൂഹത്തിൽ അവനവനിലേക്ക് തിരിയുക, വചനത്തെ നോക്കുക. വചനം എപ്രകാരം പഠിപ്പിക്കുന്നു, വചനത്തിലൂടെ നമുക്ക് മുന്നേറാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.